എൻ്റെ പേര് സിമി എന്നാണ്. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഭർത്താവ് ആൻ്റണി. ഞാൻ പണ്ട് മുതലേ ദൈവത്തിൽ വളരെയധികം വിശ്വാസമുള്ള ഒരാളാണ്. അങ്ങനെയാണ് വളർന്നു വന്നത്. എന്നാലും ഈ കുർബാന കൂടുക, ദിവസം ജപമാല എഴുതുക എന്നതിലുപരിയായിട്ട് ഒന്നും, അത് ഞായറാഴ്ചകളിലും അങ്ങനെ ചില ദിവസങ്ങൾ ശനിയാഴ്ചകളിലൊക്കെ ആയിരുന്നു കൂടുതലും. അങ്ങനെ ഒരു ദൈവത്തിനോട് ഞാൻ പണ്ട് ഇങ്ങനെ സംസാരിക്കും അങ്ങനെയൊക്കെ, പക്ഷേ എന്നിപ്പോൾ പോകെ വളർന്ന് വലുതായി കൊണ്ടിരുന്നപ്പോൾ അത്ര അങ്ങോട്ട് ഒരു ആത്മാർത്ഥമായ ഒരു വിശ്വാസത്തിലേക്ക് എൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ച് ഇട്ടിട്ടുണ്ട്. അതായത് മാതാവിനോടൊക്കെ അങ്ങനെ സംസാരിക്കും. മാതാവ് പലപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. കൂടുതലും ഞാൻ വിചാരിച്ചു ഈശോനോട് സംസാരിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഇടയിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചത്. കുറച്ച് കോളേജ് സമയത്തൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതുപോലെ 2019 ജനുവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് മെയ് ആയപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് പോലെ ബ്ലീഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. ഞാനത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ അടികൾ വരുന്നത്. എനിക്ക് ചെക്കപ്പ് നടത്തിയപ്പോൾ ക്യാൻസർ ആയിരുന്നു യൂട്രസിൽ. എൻ്റെ ജീവിതത്തിന് മൊത്തത്തിൽ എടുത്ത് താഴെ ഇട്ടു. കാരണം 2019 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും 4-5 മാസത്തിനുള്ളിൽ തന്നെയാണ് അങ്ങനെ വന്നത്. അവർ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മൊത്തത്തിൽ എൻ്റെ ലൈഫേ തന്നെ താറുമാറായ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ദൈവത്തിൽ ഉള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതിനുശേഷം ഞാനപ്പോൾ വിചാരിച്ചു, ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി പുരോഗമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ മരുന്നുണ്ട്, എല്ലാം ഉണ്ട്, മാറിക്കോളും, പ്രശ്നമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. എന്നാലും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും തീക്ഷ്ണതയുടെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. ഉണ്ട്, വിശ്വാസമുണ്ട്, ദൈവത്തിൽ ഭയങ്കര വിശ്വാസമുണ്ട്. അതാണ് ഇങ്ങനെ നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതിന് ശേഷം വീണ്ടും 1 വർഷത്തിനുള്ളിൽ എനിക്ക് റിക്കറൻസ് വന്നു. എനിക്ക് റിക്കറൻസ് വന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി നിനക്ക് കീമോതെറാപ്പി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, വീണ്ടും എനിക്ക് കുറേയും കൂടി ഓക്കെ ശാസ്ത്രം ഇതുണ്ട്, ദൈവത്തിനും വിശ്വാസമുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതോടുകൂടി ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം കീമോതെറാപ്പിയൊക്കെ ചെയ്തു. എല്ലാം എൻ്റെ ഇതൊക്കെ മുടിയൊക്കെ പോയി, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും ഞാൻ അതിൽ നിന്നൊന്ന് കീമോതെറാപ്പിയും കഴിഞ്ഞു എല്ലാം കംപ്ലീറ്റ്ലി നോർമലായിട്ട് ഒന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു 6 മാസത്തിനുള്ളിൽ നല്ല രീതിയിൽ എനിക്ക് വീണ്ടും ഇത് വന്നു. ഇപ്രാവശ്യം വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പെൽവിക് റീജിയണിലും വന്നു, എൻ്റെ കഴുത്തിലൊരു മുഴ പോലെയൊക്കെ വന്നു. ഞാനാണെങ്കിൽ അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഒരു FNAC എന്ന് പറഞ്ഞൊരു ചെക്കപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടർ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഡോക്ടർ നിനക്ക് ഇതാ തന്നെ റിക്കറൻസ് ആണെന്നാ തോന്നുന്നത്, നീ പെറ്റ് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് സന്ദർഭങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ കുറച്ച് അവസരങ്ങൾ. അതായത് നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല, അത് പൈസയില്ല, അല്ലെങ്കിൽ നമ്മളൊന്നും അല്ല, നമ്മൾ വെറും സീറോ ആണെന്ന് നമ്മൾ തെളിയുന്ന സന്ദർഭങ്ങളാണത്. അത് ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ അവസരങ്ങളാണതൊക്കെ. അപ്പോൾ അന്ന് നമ്മൾ പെറ്റ് സ്കാൻ അത് ചെയ്യണതിന് മുന്നേ ഡോക്ടറിനെ പോയി കണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമുക്ക് നോക്കാം. അതിന് മുന്നേ വരെ ഒരു കോൺഫിഡൻസ് ഞാൻ കണ്ടിരുന്നതൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം എൻ്റെ മനസ്സാകെ മാറി. ഓക്കെ, ഞാൻ വിചാരിച്ചതല്ല, കഥ മാറി. നീ ഇപ്പം ഡോക്ടർ പോലും പറയുന്നത് ഞാൻ ഡോക്ടർ എന്നെ രക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുക, എനിക്കറിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി, ഇനി ഉണ്ട്, ശാസ്ത്രമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ എൻ്റെ ഒരു പ്രായത്തിൻ്റെയും വലിയ ഇതിനെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന അന്ന് എൻ്റെ അച്ഛൻ ഭർത്താവിൻ്റെ ഫാദർ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ, ഞാൻ അന്ന് ആദ്യം പോയത് വല്ലാർപാടത്താണ്. പരിശുദ്ധ അമ്മയുടെ അടുത്താണ് ഞാൻ പോയത്. ഞാനന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിച്ച്, ഇങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ കരഞ്ഞിട്ടില്ല. കാരണം എനിക്ക് വേറൊരു മനുഷ്യനില്ല, ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം നമുക്ക് ഇവിടെ എനിക്ക് അച്ഛന് കൃപാസനത്തിൽ വരാൻ, അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ സഹോദരൻ പറഞ്ഞു നിങ്ങളെന്തായാലും ഒന്ന് കൃപാസനത്തിൽ പോകണം. അപ്പോൾ പെറ്റ് സ്കാൻ അതിൻ്റെ ഇടയിൽ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു പെൽവിക് റീജിയണിലും അതുപോലെ കഴുത്തിൻ്റെ അവിടേക്കാണ് ഇത് വന്നിരിക്കുന്നത്, പിന്നെ കിഡ്നിയുടെ എന്തോ ഒരു അടുത്തൊക്കെ. അപ്പം നിങ്ങൾക്ക് ഡോക്ടറിന് അപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ആൻ്റണി 2-3 ഡോക്ടേഴ്സിനെയൊക്കെ പോയി കണ്ടായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞു നമുക്ക് ചെയ്തു നോക്കാം. അങ്ങനെ വലിയ ലെവൽ ഓഫ് ഒരു കോൺഫിഡൻസ് അന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ മനസ്സിലാക്കി എനിക്കിനി
ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. ഞാൻ കർത്താവിനോട് പറഞ്ഞാൽ എനിക്ക് ജീവിക്കണം. അത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മേനോട് ഞാൻ ശക്തമായിട്ട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ കൃപാസനത്തിൽ വന്നു. അപ്പം അന്ന് കൃപാസനത്തിൽ വരാനായിട്ട് ഉടമ്പടി തിരക്കാണ്. പിന്നെ അത് അച്ഛനെ കാണാൻ പറ്റുമെന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചിറ്റപ്പൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല അച്ഛനെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ വന്ന അമ്മേനോട് സംസാരിക്കാം, എന്തായാലും ഞാൻ അമ്മേനോട് പ്രാർത്ഥിക്കാം, ഞാൻ അങ്ങനെ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ എൻ്റെ റേഡിയേഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു സമയമാണ്. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് കണ്ട് അച്ഛനെ എന്തോ ഒരു ഭാഗ്യവശാൽ, അതായത് ഞങ്ങൾ വരുന്നു, പെട്ടെന്ന് എൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാനായിട്ടുള്ള അനുമതി കിട്ടി. അതൊരിക്കലും ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കാര്യമല്ല. അത് സംഭവിച്ചത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ്. വരുമ്പോൾ തന്നെ അത് അച്ഛൻ ഉടമ്പടി എടുത്തുകൊണ്ടാണ്. ആൾ നേരത്തെ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനായിട്ട് അച്ഛനെ കണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി കർത്താവിനോട് ശക്തമായ മാധ്യസ്ഥം വഹിക്കണം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ മാതാവിൻ്റെ അടുത്ത് എൻ്റെ റിപ്പോർട്ട്സൊക്കെ ആയിട്ട് പോയിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിനക്ക് എൻ്റെ ഇതിൽ നിനക്ക് ഞാൻ മാതാവിനെ 38 വർഷമായി ചെയ്യുന്ന പൗരോഹിത്യത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നിനക്ക് ഇനി ഈ അസുഖം വരില്ല, നിനക്ക് റിക്കറൻസ് ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ എൻ്റെ അബ്ഡോമൻ എൻ്റെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു എനിക്കൊരു എൻ്റെ കൈയൊക്കെ പൂത്തുറന്ന ഒരു അനുഗ്രഹം പോലെയായിരുന്നു. എന്ന് ദൈവത്തിൻ്റെ ഒരു എന്നോട് സംസാരിച്ച പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ മാതാവിലൂടെ എന്നോട് സംസാരിച്ചായിട്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ വേറെ ഒരു കാര്യം ദൈവം എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ വളരെ ടെൻസ്ഡ് ആയിരുന്നു. അറിയാലോ, 3ാമത്തെ പ്രാവശ്യമാണ്, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ റേഡിയേഷന് പോകുമ്പോഴാണ് ആകസ്മികമായിട്ട് റേഡിയേഷൻ എൻ്റെ ഒപ്പം സ്കൂളിൽ പഠിച്ച കുട്ടി, അവളാണ് അസിസ്റ്റൻറ്റ് ഡോക്ടറായിട്ട് റേഡിയേഷൻ്റെ അവിടെ. അത് എനിക്ക് ദൈവം അവിടെ എനിക്കൊരു എന്താ പറയുക, എനിക്കും തന്നൊരു അനുഗ്രഹമാണ്. എൻ്റെ കൂട്ടുകാരത്തി തന്നെ റേഡിയേഷൻ്റെ ഡോക്ടർ. അപ്പോൾ അവൾ എൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും എൻ്റെ ഒപ്പം നിന്നു. അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വളരെയധികം നമ്മൾ സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഹോമിയോ മരുന്നും എടുത്തായിരുന്നു. ആ ഡോക്ടറും ഇതുപോലെ കൃപാസനത്തിൽ വലിയ വിശ്വാസിയാണ്, ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു സ്കാൻ ചെയ്തായിരുന്നു, അൾട്രാസൗണ്ട്. അപ്പോൾ എൻ്റെ കണ്ടിരുന്ന ആ ഒരു മുഴ, ഒരു ഫൈൻഡിങ് ഉണ്ടായിരുന്നു, അത് പോയി. അത് അപ്രത്യക്ഷമായി കംപ്ലീറ്റ്ലി പോയി, മരുന്നൊന്നും ഇതാക്കാതെ തന്നെ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ റേഡിയേഷൻ തുടങ്ങി 3ാമത്തെ ദിവസം എൻ്റെ കഴുത്തിലെ മുഴ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് ഡോക്ടേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ നിനക്ക് അവിടെ ചേഞ്ചസ് വരുന്നത്. കാരണം റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ 10 റേഡിയേഷനൊക്കെ കഴിഞ്ഞാലാണ് എന്തെങ്കിലും ഒരു നല്ല രീതിയിലൊരു ചേഞ്ച് അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നുള്ളൂ എൻ്റെ ആ ഒരു കേസിൽ. പക്ഷേ അന്ന് വെറും ഈ 3 റേഡിയേഷനുള്ളിൽ തന്നെ ഭയങ്കര വിസിബിൾ ചേഞ്ചാണ് എന്നിൽ വന്നത്. ഇതും എല്ലാം ഞാൻ ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ US ഒരു സ്റ്റഡി നമ്മൾ മരുന്നിന് വേണ്ടി ഡോക്ടർ മുഖേന ഒരു ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്കതിൽ ഫലമൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ ഫുൾ കർത്താവിൽ തന്നെ വിശ്വസിച്ച് മാതാവിനോട് ഞാൻ ശക്തമായിട്ട് അപേക്ഷിച്ചു. എനിക്കൊരു വിശ്വാസം ഉണ്ടായി തുടങ്ങി. കാരണം ദൈവം എൻ്റെ ഒപ്പം ഉണ്ടെന്ന്. ഇപ്പം ഞാൻ കീമോതെറാപ്പിയും എല്ലാം മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ശരീരം അതിനോട് നല്ല രീതിയിൽ പ്രതികരിച്ചു. നല്ല രീതിയിൽ എനിക്ക് കുറവ് വന്നു തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ ഓൺലൈനായിട്ട് എനിക്ക് എന്താ പറയുക, മനസ്സിന് പലപ്പോഴും നമ്മുടെ മനസ്സ് ഇത്തരം ചിന്തകളിൽ പോലെ. അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഞങ്ങളൊരു എൻ്റെ ഹസ്ബൻഡ് ഒമാനിലായിരുന്നു. അദ്ദേഹം ജോലി രാജിവെച്ച് നാട്ടിൽ തന്നെ നമുക്ക് സെറ്റിൽ ചെയ്യാം. ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം ലഭിക്കുന്നത്. അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഒരു സഹകരണം, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. എന്നിട്ട് ഞങ്ങൾ നാട്ടിൽ ഒരു ചെറിയ ബിസിനസ് പോലെ തുടങ്ങി. എന്നിട്ട് എൻ്റെ കീമോതെറാപ്പിയുടെ സമയത്തൊക്കെ എനിക്ക് എക്സിബിഷൻസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എക്സിബിഷൻസിന് പോകുമായിരുന്നു. ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല, എൻ്റെ ഒപ്പം ശക്തമായൊരു സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് പലപ്പോഴും ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി ടോക്കിൻ്റെ സമയത്തൊക്കെ എൻ്റെ കൈയൊക്കെ പൂത്ത് കയറും. എനിക്ക് ഭയങ്കരമായ ദൈവം എൻ്റെ ഒപ്പം ഉണ്ട്, എൻ്റെ ഒപ്പം എന്നെ നടത്തുന്നുണ്ടെന്നുള്ള ഒരു ശക്തമായ വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് അവസാനം ഒക്ടോബർ 2022 ഡോക്ടർ പറഞ്ഞു, കീമോതെറാപ്പി കഴിഞ്ഞു, നിൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ നിനക്ക് പ്രോഗ്രസ് ഉണ്ട്. ഓക്കെ, ഇനിയും കുറച്ചുകൂടി കുറയാനുണ്ടായിരുന്നു. എൻ്റെ കഴുത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ അടിവയറിൻ്റെ അവിടെയും കുറച്ച്, പക്ഷേ അത് നല്ല രീതിയിൽ കുറയുന്നു
കുറയുന്നുണ്ടെന്ന് മാത്രമല്ല ഡോക്ടർ പറഞ്ഞു ഇനി നീ മെഡിസിൻ ടാബ്ലറ്റ് ഫോമിലുള്ള മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പം അന്ന് ഒക്ടോബർ 2022 ഇപ്പോൾ വരെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുവാണ്. എനിക്ക് എൻ്റെ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു എൻ്റെ പെറ്റ് സ്കാൻ. അപ്പോൾ ആ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് ഇന്നലെയാണ് വന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പലപ്പോഴും കൃപാസനത്തിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എനിക്കിവിടെ കയറി നിന്നിട്ട് എനിക്ക് ഇത് സാക്ഷ്യം പറയണം. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ അനുഗ്രഹമാണ്. എനിക്കൊരു നാളെ എന്നൊരു ദിവസം ഉണ്ടാകുമെന്ന് പോലും ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്ന ഒരു ആളാണ് ഇവിടെ ഇങ്ങനെ നിന്ന് ഈ സംസാരിക്കുന്നത്. എനിക്കത് ദൈവം വഴി മാത്രം സാധിച്ച ഒരു വലിയൊരു കാര്യമാണ്. അത് എനിക്ക് മുന്നോട്ട് വിശ്വാസമുണ്ട്. എൻ്റെ ശരീരത്തിൽ നിന്നും കംപ്ലീറ്റ്ലി അസുഖം മാറി ഞാൻ ഇവിടെ വന്ന് വീണ്ടും അതിന് സാക്ഷ്യം പറയുന്നത് എനിക്ക് ദൈവത്തിലൂടെ ഉള്ള അനുഗ്രഹം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാതൃശക്തി എൻ്റെ ഒപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്കാനിന് മുന്നേ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ടൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ ഞാനൊരു സ്വപ്നം ഇതുപോലെ മാതാവിൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ ഇങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പം മാതാവിൻ്റെ രൂപത്തിൽ ഒരു ഗ്രീൻ ലൈറ്റ് വരുന്ന ഈ ഗ്രീൻ ലൈറ്റിൽ അപ്പോൾ എനിക്കതൊരു പ്രത്യാശയാണ്, എൻ്റെ പ്രത്യാശയാണത്. ഇന്നലെ പെറ്റ് സ്കാനിന് പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു നല്ല രീതിയിൽ നോർമലാണ്, വേറെ പുതുതായിട്ടൊരു റിക്കറൻസ് അങ്ങനെ ഒന്നുമില്ല, സ്റ്റേബിളായിട്ടാണ് പോകുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പണ്ടത്തത് മിനിമലി ആക്റ്റീവ് ഉള്ളത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുമുണ്ട്. അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു അത്ഭുതമുള്ള നല്ല റിസൾട്ടാണ്. എന്നെയും എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഭാവിയിൽ ഞാൻ ഉറപ്പായിട്ടും ഇവിടെ വന്ന് കയറി നിന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി മാറി മെഡിക്കൽ റിപ്പോർട്ടായിട്ട് എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റും. ദൈവം അതിനെ എൻ്റെ പ്രാപ്തിയാക്കുമെന്ന് പരിശുദ്ധ അമ്മയിലൂടെ എനിക്കത് സാധിച്ച് കിട്ടുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മെയ്യിൽ എനിക്ക് ആക്ച്വലി എൻ്റെ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇൻഷുറൻസ് കിട്ടില്ല. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എല്ലാത്തിനും പൈസ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഓഫീസ് വഴി നമുക്ക് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും ആ ഇൻഷുറൻസ് വളരെയധികം അവർ വൈകിച്ചുകൊണ്ട് എന്നുവെച്ചാൽ അത് അവരുടെ ഇതിലെ പല കാരണങ്ങൾ, കാരണം കീമോ എന്ന് പറഞ്ഞൊരു ഡേ കെയർ ആക്ടിവിറ്റി ആയതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അത് കിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കിട്ടില്ല എന്ന് തന്നെ എഴുതി തള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം മെയ്യിൽ രാത്രി ഞാൻ എൻ്റെ റൂമിൽ കിടക്കുമ്പോൾ, എൻ്റെ റൂമെന്ന് എന്നുവെച്ചാൽ 94 പണിത വീടാണ്, ഞാൻ ആ റൂമിൽ കിടക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു. പക്ഷെ മതിലിൽ ഇതുവരെ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഞാനൊന്നും കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ കുർബാന ഓൺലൈനായിട്ട് കൂടി കൊന്ത റൂമിൽ എത്തിച്ച് എന്നിട്ട് ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മുറിയിൽ എൻ്റെ ബെഡിനോട് ചേർന്നുള്ള മതിൽ ഞാൻ ഒരു ഗ്രീൻ ലൈറ്റ് ഞാൻ കണ്ടു. ഈ ഗ്ലോ ഇൻ ദ ഡാർക്ക്, ഈ കൊന്തയൊക്കെ നമ്മൾ തിളങ്ങുന്ന കൊന്തയില്ലേ നമ്മൾ അങ്ങനെ വെക്കുന്ന അതുപോലത്തെ ഇതിൽ ഗ്രീൻ ലൈറ്റ് കാണുന്നത് പോലെ എൻ്റെ റൂമിൽ ഒരു ഗ്രീൻ ലൈറ്റ് കണ്ടു. ഞാൻ പെട്ടെന്ന് നമ്മളെപ്പോഴും ഇങ്ങനെ ഇത് എന്താണ്, എങ്ങനെയാണ് ഇത് വരാൻ ചാൻസ് എന്നൊക്കെ പല രീതിയിൽ നോക്കി, പുറത്തൊന്നും ഒന്നുമല്ല. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് എന്തോ ഒരു അത്ഭുതമാണ്, ദൈവത്തിൻ്റെ ഒരു കൃപയാണ്, മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണെന്നൊക്കെ ഞാൻ വിശ്വസിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അപ്പുറത്തെ റൂമിലേക്ക് ഓടി അപ്പച്ചനെയും അമ്മച്ചനെയും ഒന്ന് വിളിച്ചുണർത്താനായിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം എൻ്റെ അപ്പച്ചന് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം ഇതുപോലെ അപ്പച്ചന് ഒന്ന് കാലിൽ ഇത് പെരടി ഞാൻ അപ്പച്ചനോട് പറഞ്ഞത് കൂടുതലൊന്ന് കൃപാസനത്തിൽ വരണം അങ്ങനെയൊക്കെ ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുട്ടിൽ പ്രാർത്ഥിച്ചിട്ട് അപ്പച്ചന് ഉടമ്പടി തൈലം തേച്ച് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ ചുറ്റും അന്നത്തെ ദിവസം ഞാൻ ഉപ്പ് വെതറിയിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ അപ്പച്ചനാണ്, ഞാൻ എൻ്റെ അപ്പുറത്തെ റൂമിൽ പോയപ്പോൾ അപ്പച്ചനെ വിളിച്ചു. അപ്പോൾ അപ്പച്ചൻ എൻ്റെ റൂമിലേക്ക് വന്ന് എന്താ പെട്ടെന്ന് ഞാൻ വിളിക്കണേന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ ഇത് കണ്ടു. അപ്പച്ചനും കണ്ടു, ഞാനും കണ്ടു. ഞങ്ങളത് ഒരുമിച്ച് എന്നിട്ട് അത് തൊടുകയും ചെയ്തു. തൊട്ട് കഴിഞ്ഞപ്പോൾ അപ്പച്ചനും ആൾക്കും തോന്നി ഇത് അങ്ങനത്തെ നോർമലായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ എന്തായാലും ഇവിടെ തന്നെ കടന്നോളാം, അപ്പച്ചൻ അപ്പുറത്തോട്ട് പോയിക്കോ. അതിൽ എനിക്ക് അങ്ങനെ ഞാൻ എന്നിട്ട് ആ ലൈറ്റ് നോക്കി നിന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് എന്ന് ഞാൻ പറയാം, അതിനുള്ളിൽ തന്നെ ആ ലൈറ്റ് അപ്രത്യക്ഷമായിപ്പോയി. പിന്നെ അത് കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയും സഹോദരനൊക്കെ പല രീതിയിൽ നോക്കി, അങ്ങനെ ഒരു ലൈറ്റ് അവിടെ വന്നിട്ടില്ല. പിന്നെ ഇതേ ഗ്രീൻ ലൈറ്റാണ് ഞാൻ അന്ന് മാതാവിൽ സ്വപ്നത്തിലും കണ്ടത്. ഈ ഗ്രീൻ ലൈറ്റ് ഞാൻ കണ്ടതിൻ്റെ തൊട്ടടുത്ത ആഴ്ച എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നു, നിൻ്റെ ഇൻഷുറൻസിൻ്റെ ഫുൾ എമൗണ്ട് നിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയെന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻഷുറൻസ് അവിടെ വരില്ല, തീർത്ത് കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് എമൗണ്ടാണ്. ഫുൾ എമൗണ്ട് നയാ പൈസ കുറയില്ലാതെ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ക്രെഡിറ്റ് ആയി. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ മാനേജർ പറയുവാണ് ഒരു മീറ്റിംഗ് ഉണ്ട് ഓഫീസിൽ വരണം എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ എന്താണെന്ന് എനിക്കൊരു ക്ലൂ പോലും ഇല്ല, പ്രത്യേകിച്ച് എന്താണെന്ന് സാഹചര്യം എന്നറിയില്ല. പക്ഷേ അവിടെ പോയപ്പോൾ അവർ പറയുവാണ്, നിനക്ക് പ്രൊമോഷൻ കിട്ടി, നിനക്ക് വിത്ത് ഹൈക്ക് നിനക്ക് പ്രൊമോഷൻ കിട്ടി. അപ്പം ഞാൻ ഇതെല്ലാം എന്താ പറയുക, പെട്ടെന്ന് എൻ്റെ ഒരു CEO പറഞ്ഞു, നിനക്ക് ക്രിസ്മസ് ഇപ്രാവശ്യം നേരത്തെ ആണെന്നാണ് തോന്നുന്നതെന്ന്. അപ്പം എൻ്റെ ഉള്ളിലുണ്ട് ഇത് എനിക്ക് എങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയതാണെന്നുള്ള വലിയൊരു ശക്തമായ വിശ്വാസം എനിക്കുണ്ട്. അതിലൂടെയൊക്കെ ഞാൻ ഈ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും എക്സിബിഷൻസിന്, ഞാനും എൻ്റെ ഭർത്താവും എക്സിബിഷൻസ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇരിഞ്ഞാലക്കുടയിൽ ഒരു കട, അതിനുവേണ്ടി ഒരു കട ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റി. ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, ഞാൻ പറയാം, 0 മെറിറ്റാണ്, ബട്ട് ബൈ ഗ്രേസ്. അത് അച്ഛൻ പറയുന്നത് വളരെ സത്യമാണ്. അതിലൂടെ എനിക്ക് ഏറ്റവും വലിയ അച്ഛൻ്റെ ടോക്സ് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, ലോജിക്കലി നിങ്ങൾ തിങ്ക് ചെയ്യണം. ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യണം. എനിക്ക് കുറേ കാര്യങ്ങൾ പണ്ട് എൻ്റെ അടുത്ത് പലരും കൃപാസനത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിലൊരു നെഗറ്റീവ് നോഷൻ. പക്ഷേ ഇന്ന് ഞാൻ ഓരോ ഉടമ്പടിയുടെ ടോക്കും കേൾക്കുമ്പം എനിക്കത് റീസണബിളായിട്ട് തോന്നാറുണ്ട്. അത് വാലിഡ് പോയിൻറ്റ്സ് ആണ് അച്ഛൻ പറയുന്നത്. എൻ്റെ അടുത്ത് ഇപ്പം ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട് എന്താണ് കാര്യങ്ങളെന്നുള്ളത് കൃത്യമാക്കി കൊടുക്കാറുണ്ട്. കാരണം തെറ്റിദ്ധാരണകൾ ഇന്ന് എല്ലാവരുടെയും ഇടയിലുണ്ട്. അത് പലപ്പോഴും ഈ ടോക്ക് കേൾക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, അതുപോലെ ഉടമ്പടി എന്താണ്, ഞാനത് അനലൈസ് ചെയ്യാറുണ്ട്. ഉടമ്പടിയിൽ നമ്മളൊരു നല്ല മനുഷ്യനാവണം എന്നാണ്, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ എല്ലാവരോടും നമ്മൾ മറ്റുള്ള ഫോർഗിവ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാവരോടും ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശ്വാസം, ഈ ഫോർഗിവ്നെസ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഡിപ്രഷനിലും എല്ലാത്തിലും ട്രീറ്റ്മെൻറ്റ് അതൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ ബൈബിളിലും കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണത്. ക്ഷമിക്കുക, എല്ലാവരോടും ക്ഷമിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. സ്നേഹിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യത്യാസം എന്താണെന്ന് ഞാനിപ്പോൾ അനുഭവിച്ചത്. അതുപോലെ തന്നെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിൽ ആഴപ്പെടുക. ഇതിൻ്റെ അർത്ഥം ഞാനിന്ന് മനസ്സിലാക്കുന്നത്, കാരണം വിശ്വസിച്ച് നീ ചോദിച്ചാൽ അത് കിട്ടും എന്നുള്ളത് ഭയങ്കരമായ സത്യമാണ്. പലപ്പോഴും നമ്മൾ ബലഹീനരാണ്, മനസ്സിൽ ടെൻഷനുണ്ട്, ആകുലതകൾ വരാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ ബൈബിളിലെ ദൈവവചനങ്ങൾ എടുക്കുമ്പോൾ അതിലെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ വിശ്വസിക്കുക, അചഞ്ചലപ്പെടാതെ നീ വിശ്വസിക്കുക, നിനക്കത് സാധിച്ചു കിട്ടും, നിനക്കത് കർത്താവ് തരും, നീ സംശയിക്കേണ്ട, സംശയം പാടില്ല, വിശ്വസിക്കുക. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുപോലെ തന്നെ പ്രത്യാശ, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രത്യാശ. നാളെ ദൈവം അവിടെ നമ്മളെ താങ്ങിക്കോളും, എല്ലാം കൂടി നമ്മളെടുക്കണം. ഞാൻ ഇത്ര നാളെ എൻ്റെ ഭാരം മൊത്തം ഞാൻ ചുമന്നുകൊണ്ട് നടക്കാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ചുമക്കാൻ പറ്റുന്ന ഭാരമല്ല, ഇത് കർത്താവിന് തന്നെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ. അപ്പം ഞാനത് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് ഇത് എന്നെക്കൊണ്ട് സാധിക്കില്ല, നീ തന്നെ അതിന് എന്താണെന്ന് വെച്ചാൽ അത് ചുമന്ന് എന്നെ ഇതിൽ നിന്നും പുറത്ത് കൊണ്ടുവരണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം പ്രത്യാശ, അപ്പം അതുപോലെ സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക. ദൈവം മൊത്തം നമ്മളോട് സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വേണ്ടി മരിച്ചത്, അവിടെ നിന്ന് ഉയർത്തത്. ആ സ്നേഹം നമ്മളും എല്ലാവരോടും സ്നേഹിക്കുമ്പോൾ മനസ്സിന് ഭയങ്കരമായ വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ നമ്മളോട് പറയാം, സമാധാനം നിന്നോടുകൂടെ. ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ പഠിച്ചു. കാരണം ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമാണ്. സമാധാനത്തിൻ്റെ വില ഞാൻ പഠിച്ചു. സമാധാനം എന്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ലൈഫിൽ വേണ്ടത് സമാധാനമാണ്. സമാധാനം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുക, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക, ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ഞാൻ ഇപ്പോൾ കൂടുതലും പഠിച്ചു തുടങ്ങി. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് പലപ്പോഴും എനിക്ക് താങ്ങായി കിട്ടുന്ന ഒരു ബൈബിൾ വചനം എന്ന് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത്ത് കൈ നിന്നെ താങ്ങി നിർത്തും. ഇത് എൻ്റെ ഒരു വലിയ ശക്തിയാണ് ഈ ബൈബിൾ വചനം. ഏശയ്യ 43:1. ഇത് എനിക്ക് ഭയങ്കരമായ ഒരു ശക്തി തരുന്നൊരു വചനമാണ്. അതുപോലെ തന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവമായ കർത്താവ്, വിജയം വരിക്കുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്. ഇതുപോലെ പല വചനങ്ങളും എനിക്ക് പ്രത്യാശ പകർന്നിട്ടുണ്ട്. എന്നെ മുന്നോട്ട് നയിക്കുന്നതും ഇതാണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ കുറേയും കൂടി കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. ഭക്ഷണം ഞാൻ വീട്ടിൽ തന്നെ എന്നെക്കൊണ്ടും എൻ്റെ അമ്മച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അമ്മ ഉടമ്പടി ഞങ്ങൾ ഭക്ഷണം വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാത്ത കുറേ പേര് അങ്ങനെയുള്ളവർക്കൊക്കെ ഞങ്ങൾ തന്നെ ഒരുമിച്ച് കൊണ്ടേ കൊടുക്കാൻ, നമ്മൾ തന്നെ പാകം ചെയ്ത് കൊണ്ടേ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഉടമ്പടി പത്രം കൊടുക്കുമ്പോൾ അത് കൂടുതലും ആൾക്കാരിലേക്ക് എത്തിക്കുക. വെറുതെ
എവിടെയെങ്കിലും കൊണ്ട് വെക്കാതെയോ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പത്രവും അവരത് വായിക്കും. ഇനി അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയും വേണ്ട, എനിക്ക് തിരിച്ചു തന്നോളൂ, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം എന്ന് ഞാൻ പ്രത്യേകം പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുമ്പസാരത്തിൻ്റെ വില ഞാൻ പഠിച്ചു. കുമ്പസാരിക്കണം എന്നുള്ളതും പാപങ്ങൾ ഞാൻ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങളും കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരാനുള്ള നമ്മളുള്ള എല്ലാ ബ്ലോക്കും കുമ്പസാരം വഴി മാറിപ്പോവുകയാണ്. അപ്പോൾ അതിലൂടെ തന്നെ കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് നന്നായിട്ട് ഒഴുകും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറെ മറ്റുള്ളവരുടെ അടുത്ത് പലപ്പോഴും എനിക്കറിയാവുന്ന പലരും ഉടമ്പടിയുടെ കാര്യങ്ങളിലൊക്കെ ഇതുപോലെ ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. എൻ്റെ സുഹൃത്തും അതുപോലെ എൻ്റെ ബന്ധുക്കളൊക്കെ ഉടമ്പടി ഞാൻ പറഞ്ഞിട്ടും എടുത്തിട്ടുണ്ട്. അതിലുപരി കുറേ പേർക്ക് തെറ്റായ ധാരണകൾ ഉടമ്പടിനെ കുറിച്ചുള്ളത് എനിക്ക് തിരുത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, കാരണം ന്യായമായ കാര്യങ്ങൾ ന്യായമായി പറയുകയും ന്യായമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ഒരായിരം നന്ദി, ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്നത്.